സ്വരാജിനെതിരെ മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് കൊട്ടേഷൻ. അജിംസിന് എം സ്വരാജിനോടുള്ള തീരാപ്പകയും അത് വീട്ടാൻ മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടി വേദിയാകുന്നതുമാണ് ഈ വീഡിയോയുടെ വിഷയം. ഔട്ട് ഓഫ് ഫോക്കസിൽ അജിംസ് ചൊരിഞ്ഞ ആ ആക്ഷേപം നമുക്ക് ആദ്യം കാണാം. സ്വരാജിനെതിരെ മുൻപ് ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടാവും. അദ്ദേഹം തൃപ്പൂണിത്തുറ MLA ആയിരുന്നപ്പോൾ അവിടെ ഒരു യോഗാ കേന്ദ്രം പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഈ യോഗാ കേന്ദ്രത്തിന്റെ പ്രശ്നം പുറത്തു വന്നത് എങ്ങനെയാണെന്ന് അറിയാം. അവിടെ ഒരു യോഗാ കേന്ദ്രം നടക്കുന്നുവെന്നും അവിടെ ഇതര മതസ്ഥരെ വിവാഹം കഴിച്ച യുവതികളെ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടൊന്ന് തടവിലാക്കി പീഡിപ്പിച്ച്, മാനസികമായും ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിച്ച് അവരെ തിരിച്ചയക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് എന്ന പേരിലാണ് നടന്നുകൊണ്ടിരുന്നത്. അതെങ്ങനെയാണ് അത് കേസായതെന്നറിയോ? പോലീസ് കംപ്ലൈന്റ് നടത്തിട്ട് പോലീസ് കേസെടുക്കാഞ്ഞിട്ട് ഈ ഇരകൾ കോടതിയിൽ പോയി. കോടതി ആവശ്യപ്പെട്ടു ഇതിൽ അന്വേഷണം വേണം, ഈ യോഗ സംഘടിപ്പിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് പോലീസ് അതിലിടപെടുന്നതും അത് വാർത്തയാവുന്നു. അതിനോട് ആ വിഷയത്തോട് സ്വരാജ് സ്വീകരിച്ച സമീപനം എന്താണ്? അജിംസ് ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെയാണോ സംഭവം? അത് നമുക്ക് ആദ്യം പരിശോധിക്കാം. മീഡിയ വണ്ണിന്റെ തന്നെ ഈ വാർത്ത നോക്കൂ. തൃപ്പൂണിത്തുറയിലെ യോഗ കേന്ദ്രത്തിൽ പെൺകുട്ടികളെ പീഡിപ്പിച്ചുവെന്ന കേസിലെ മുഖ്യപ്രതിയായ നടത്തിപ്പുകാരൻ മനോജ് ഒളിവിലാണ്. മീഡിയ വൺ വാർത്ത പുറത്തുവന്ന ഞായറാഴ്ച മുതൽ ഫോൺ ഓഫ് ചെയ്ത മനോജ് പോലീസിനെ വെട്ടിച്ചു കഴിയുകയാണ്. തൃപ്പൂണിത്തുറയിലെ യോഗാ കേന്ദ്രത്തിൽ മിശ്രവിവാഹത്തിന്റെയും മതം മാറ്റത്തിന്റെയും പേരിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നുവെന്ന വാർത്ത പുറത്തുവന്നതിനു ശേഷം രാത്രി വൈകി പോലീസ് അന്വേഷണത്തിനായി യോഗാ കേന്ദ്രത്തിലെത്തിയിരുന്നു. ഇത് മനസ്സിലാക്കി അന്നു തന്നെ മുങ്ങിയ മനോജ് ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം പകൽ മുഴുവൻ യോഗാ കേന്ദ്രത്തിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തിരുന്ന ഘട്ടത്തിലും ഇയാളെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. 2017 സെപ്റ്റംബർ 24-നാണ് തൃപ്പൂണിത്തുറ യോഗാ കേന്ദ്രത്തിൽ നടക്കുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ മീഡിയ വൺ പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോൾ നാം കണ്ട വാർത്തയുടെ തീയതി 2017 സെപ്റ്റംബർ 26. തൃപ്പൂണിത്തുറയിലെ യോഗാ കേന്ദ്രത്തിൽ മിശ്രവിവാഹത്തിന്റെയും മതം മാറ്റത്തിന്റെയും പേരിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നുവെന്ന വാർത്ത പുറത്തുവന്നതിനു ശേഷം രാത്രി വൈകി പോലീസ് അന്വേഷണത്തിനായി യോഗാ കേന്ദ്രത്തിലെത്തിയിരുന്നു. ഇത് മനസ്സിലാക്കി അന്നു തന്നെ മുങ്ങിയ മനോജ് ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം പകൽ മുഴുവൻ യോഗാ കേന്ദ്രത്തിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തിരുന്ന ഘട്ടത്തിലും ഇയാളെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. വാർത്ത പുറത്തുവന്ന അന്ന് രാത്രി തന്നെ അന്വേഷണത്തിനായി പോലീസ് യോഗ കേന്ദ്രത്തിലെത്തി. അക്കാര്യം അന്ന് തന്നെ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇനി അജിംസിന്റെ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി കേൾക്കാം. പോലീസ് കംപ്ലൈന്റ് നടത്തിട്ട് പോലീസ് കേസെടുക്കാഞ്ഞിട്ട് ഈ ഇരകൾ കോടതിയിൽ പോയി. കോടതി ആവശ്യപ്പെട്ടു ഇതിൽ അന്വേഷണം വേണം, ഈ യോഗ സംഘടിപ്പിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് പോലീസ് അതിലിടപെടുന്നതും അത് വാർത്തയാവുന്നു. അജിംസ് പറയുന്നത് ഇങ്ങനെയാണ്: പരാതിക്കാർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നു, കേസെടുക്കാൻ പോലീസ് വിസമ്മതിച്ചു, ഒടുവിൽ കേസെടുക്കാൻ കോടതി ആവശ്യപ്പെട്ടപ്പോഴാണ് വാർത്ത പുറത്തു വന്നത് എന്നാണ്. അതല്ല ശരി, അതിനു മുമ്പ് തന്നെ മീഡിയ വൺ ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു. എന്തിനാണ് മീഡിയ വണ്ണിന്റെ ഈ വാർത്തയെ തന്നെ അജിംസ് വക്രീകരിക്കുന്നത്, നിഷേധിക്കാൻ ശ്രമിക്കുന്നത്? ഇനി അജിംസ് ഈ FIR ഒന്ന് കാണൂ. FIRന്റെ തീയതി 23/9/2017. പരാതിക്കാരിയുടെ പേര് ശ്വേത ഹരിദാസ്. പ്രതികൾ ഗുരുജി എന്ന മനോജ് മുതൽ മനു വരെ 6 പേർ. FIRൽ വിഷയം എഴുതിയിരിക്കുന്നത് നോക്കൂ. ആവലാതിക്കാരിയെ 2017 ജൂലൈ മാസം 31-ാം തീയതി മുതൽ 21/8/2017 തീയതി വരെ മണകുന്നം വില്ലേജ് കണ്ടനാട് കരയിൽ കണ്ടനാടുള്ള ശിവശക്തി യോഗാ സെന്ററിൽ വെച്ച് യോഗാ സെന്റർ നടത്തിപ്പുകാരായ 1-ാം പ്രതി ഗുരുജി എന്ന് വിളിക്കുന്ന മനോജ്, കൗൺസിലേഴ്സ്മാരായ 2ഉം 3ഉം 4ഉം പ്രതികളായ സുജിത്ത്, സ്മിത, ലക്ഷ്മി, 5-ാം പ്രതി വക്കീൽ എന്ന് വിളിക്കുന്ന ശ്രീജേഷ് എന്നിവരും കൂടി. അങ്ങനെയാണ് അത് തുടരുന്നത്. മുഴുവനും വായിക്കുന്നില്ല. തൃപ്പൂണിത്തുറയിലെ യോഗാ കേന്ദ്രത്തിലെ പീഡനത്തെക്കുറിച്ച് പരാതി ഉയർന്നപ്പോൾ തന്നെ, ആ പരാതി ലഭിച്ചപ്പോൾ തന്നെ ഉദയംപേരൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ FIR. അത് രജിസ്റ്റർ ചെയ്തതിന്റെ തൊട്ട് പിറ്റേന്ന്, അതായത് സെപ്റ്റംബർ മാസം 24-ാം തീയതിയാണ് മീഡിയ വൺ വാർത്ത ബ്രേക്ക് ചെയ്തത്. എന്നാൽ ഈ അന്വേഷണം വേണ്ട രീതിയിൽ മുന്നോട്ട് പോയില്ല എന്ന് മീഡിയ വണ്ണിന് മാത്രമല്ല എല്ലാവർക്കും ശക്തമായ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്, പരാതി ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ച് പോലീസ് കേസ് എടുത്തില്ല, FIR രജിസ്റ്റർ ചെയ്തില്ല എന്നൊക്കെ കള്ളം പറയാമോ? മീഡിയ വൺ വാർത്തയെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയെന്നും സെന്ററിലെത്തി അന്തേവാസികളുടെ മൊഴിയെടുത്തുവെന്നും 2017 സെപ്റ്റംബർ 25-ന് മീഡിയ വൺ തന്നെ വാർത്ത നൽകിയിട്ടുണ്ട്. ആ വാർത്ത കാണൂ. തൃപ്പൂണിത്തുറയിലെ വിവാദ യോഗ കേന്ദ്രത്തിൽ പോലീസ് സംഘമെത്തി അന്വേഷണം തുടങ്ങി. മീഡിയ വൺ വാർത്തയെ തുടർന്നാണ് അന്വേഷണം തുടങ്ങിയത്. സെന്ററിലെ കുട്ടികളിൽ നിന്നും അന്തേവാസികളിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തുകയാണ്. രാവിലെ തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി പ്രാഥമിക അന്വേഷണം നടത്തി. സെന്ററിനെ കുറിച്ച പരാതിയിൽ അടിസ്ഥാനമില്ലെന്നായിരുന്നു സ്ഥാപന മേധാവികളുടെ നിലപാട്. തുടർന്ന് കൊച്ചി ഇൻഫോ പാർക്ക് CI രാധാമണിയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചു. അന്തേവാസികളായ ഓരോരുത്തരെയും പ്രത്യേക മൊഴിയെടുക്കൽ തുടരുകയാണ്. പുറത്ത് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ലഭിച്ച പരാതികളുടെ കൂടി അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണമാണ് നടത്തുന്നത്. ഇനി സ്വരാജിനെതിരെ അജിംസ് ഉന്നയിക്കുന്ന അടുത്ത ആക്ഷേപം നോക്കൂ. അന്ന് വൈകുന്നേരത്തെ ഡിബേറ്റിലോ മറ്റാണ് സ്വരാജ് അവിടുത്തെ MLA എന്നല്ല, ആ വിഷയം ഡിബേറ്റ് ചെയ്യുക. സ്വരാജിനോട് ടെലിൽ വിളിച്ചു ചോദിക്കുകയാണ് സ്വരാജിനോട്, എന്താണ് ഇതിനെപ്പറ്റി, നിങ്ങൾക്കറിയാമോ ഈ യോഗാ കേന്ദ്രത്തെ കുറിച്ച്, ഇങ്ങനെ സംഭവം നടക്കുന്നത് അറിയാമോ, പോലീസ് അതിൽ വേണ്ടത്ര നടപടി എടുക്കുന്നുണ്ടോ എന്ന് ആങ്കർ ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ആങ്കർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്
ഇത് ഗോപീഷണാണ്. ഇത് മീഡിയ വൺ കൊണ്ടുവന്ന വാർത്തയല്ലേ, ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ ശരിയാണോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ അജണ്ട എന്താണെന്ന് നിങ്ങളുടെ അജണ്ട എന്താണെന്ന് അറിയാൻ അദ്ദേഹം പറഞ്ഞത്. കേട്ടല്ലോ, മീഡിയ വൺ വാർത്ത കൊണ്ടുവരുന്നു. സ്വരാജിനെ ആങ്കർ മീഡിയ വണ്ണിൽ നിന്ന് ഒരു ആങ്കർ വിളിക്കുന്നു, ചോദ്യം ചോദിക്കുന്നു. ചോദ്യം ചോദിക്കുമ്പോൾ സ്വരാജ് ധിക്കാരപരമായി പ്രതികരിക്കുന്നു. ഇത് മീഡിയ വൺ കൊണ്ടുവന്ന വാർത്തയല്ലേ, ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ എന്നൊക്കെ ധാർഷ്ട്യത്തോടെ ആങ്കറോട് പ്രതികരിച്ചു എന്നാണ് അജിംസ് ഉന്നയിക്കുന്ന ആരോപണം. ആ ആരോപണം ദാവൂദ് ശരിവെക്കുന്നുമുണ്ട്. ഇത് ശരിയാണോ? മീഡിയ വണ്ണിന്റെ 0 അവർ ന്യൂസ് പ്രോഗ്രാമിൽ എം സ്വരാജ് ലൈവായി പങ്കെടുക്കുന്ന ആ വീഡിയോ നമുക്കൊന്ന് കാണാം. എം സ്വരാജ് MLA ശ്രീ എം സ്വരാജ് ഇപ്പോ സിറ്റി പോലീസ് കമ്മീഷണർ മേശപ്പുറത്തിരിക്കുകയാണ്. വന്ദന എന്ന പെൺകുട്ടി നൽകിയ പരാതി അതെവിടെയും എത്തിയിട്ടില്ല. 5 പെൺകുട്ടികൾ പുറത്തിറങ്ങി വന്ന് ഞങ്ങളെ ശാരീരികമായും മാനസികമായും ലൈംഗികമായും പീഡിപ്പിക്കുന്നുവെന്ന പരാതി പറയുകയും അത് വെളിപ്പെടുത്തുകയും ചെയ്തുവല്ലോ. സ്ത്രീകളുടെ പരാതിയാണ്. അതിന്മേൽ അന്വേഷണം സത്യത്തിൽ എവിടെയും എത്തിയിട്ടില്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആരാണ് ഈ കേന്ദ്രം ശരിയായി നടത്തുന്നത്, ആരാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത്, അതിന് പിന്നിൽ ആരൊക്കെയുണ്ട്, ബാക്കി ഏതൊക്കെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നു, പ്രതികളെ പിടിച്ചോ, മുൻ പ്രധാനപ്പെട്ട പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ സ്വീകരിക്കുന്ന നിലപാട്, ഇതിൽ സർവ്വതിലും ഈ പോലീസ് സ്വീകരിക്കുന്നത് നിരാശാജനകമായ നിലപാടാണ്. ഞാൻ നിങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോ ചർച്ചയിൽ പങ്കെടുത്ത ഏതോ ഒരാൾ പറയുന്നത് കേട്ടു, പല MLA മുഖ്യമന്ത്രിയുടെ ഒക്കെ നേതൃത്വത്തിൽ എന്റെ ബ്രാഞ്ചുകൾ ഉദ്ഘാടനം ചെയ്യട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, അദ്ദേഹം അഡ്വക്കേറ്റ് രാജസിംഹൻ ശ്വേത എന്ന ആദ്യത്തെ പരാതിക്കാരുടെ അഭിഭാഷകനാണ്. ആരുമാവട്ടെ, ഇത്തരം തരംതാണ സംസാരമാണ് പറയുന്നതെങ്കിൽ എനിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഒരു അഭിഭാഷകനാണെങ്കിൽ അഭിഭാഷകന്റെ അന്തസ്സിന് ചേർന്ന രൂപത്തിൽ പറയണം. ഏത് MLA ആണ് ഇതിന്റെ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യാൻ പോയത്? ഏത് മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യാൻ പോയത്? ഈ സ്ഥാപനവുമായിട്ട് എന്ത് ബന്ധമാണ് ആരോപിക്കുന്നത്? അപ്പൊ അന്തസ്സില്ലാത്ത സംസാരം ആർക്കും നല്ലതല്ല. ആ ഭാഷയിൽ തിരിച്ചു പറയാൻ അറിയാത്തതുകൊണ്ടല്ല. ഞാനിവിടെ സുഖമില്ലാതിരുന്നിട്ട് നിങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്ന് വിളിച്ചപ്പോ ഇതിൽ പ്രതികരിക്കാമെന്ന് സമ്മതിച്ചത് ഈ മണ്ഡലത്തിലുള്ള ഒരു വിഷയമായതുകൊണ്ടും എനിക്ക് അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ടുമാണ്. വളരെയേറെ ഗൗരവകരമായ ഒരു വിഷയമാണിത്. ഈ റിപ്പോർട്ട് നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ദിവസം നിങ്ങളുടെ ചാനലിൽ നിന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിനോട് പ്രതികരിച്ചത് ഇത് സംബന്ധിച്ച് കോടതിയുടെയും പോലീസിന്റെ മുമ്പാകെയുള്ള വിഷയമാണ്. സമഗ്രമായ അന്വേഷണം നടക്കണം. നിങ്ങൾ അന്ന് സമഗ്ര അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട് ബ്രേക്കിംഗ് ന്യൂസ് തന്നെ കൊടുത്തത് ഞാൻ ഓർക്കുന്നു. അത് സമയബന്ധിതമായി പൂർത്തിയാക്കണം, കർശനമായ നടപടികൾ സ്വീകരിക്കണം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ വിവരം ഞാൻ അറിയുന്നത് നിങ്ങളുടെ വാർത്താ ബുള്ളറ്റിൽ നിന്നാണ്. അതിനുശേഷം കുറച്ചു ദിവസം മുൻപോട്ട് പോയി കോടതി ഇതിൽ ഇടപെട്ടു. കോടതി മുൻപാകെ കേസ് വന്നു. ഇവിടെ പറഞ്ഞ അഭിഭാഷകന് കോടതിയിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ആ കാര്യങ്ങൾ കോടതിയുടെ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ടായിരിക്കണം. അവിടെയാണ് ആ മിടുക്കൊക്കെ കാണിക്കേണ്ടത്. ഏതായാലും കോടതിയുടെ മുമ്പിലുള്ള പോലീസ് അന്വേഷണം നടക്കുന്ന ഒരു വിഷയം എന്ന നിലയ്ക്ക് അതിന്റെ അന്വേഷണം ഏത് ദിശയിൽ പോകുന്നു എന്നാണ് നോക്കിയത്. എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കൂടുതൽ പരാതികൾ ഉയർന്നു വരികയും ഗൗരവതരമായ പരാതികൾ ഉയർന്നു വരികയും അന്വേഷണം വേണ്ടത്ര ഫലപ്രദമല്ല എന്ന തോന്നൽ സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്തു. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. ആ സമയത്ത് കേരള മുഖ്യമന്ത്രിയുടെ മുൻപാകെ ഇത് ഗൗരവതരമായ പരാതികളാണ്, ഇതിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച പരാതിയാണ്. അതുകൊണ്ട് നിലവിലുള്ള അന്വേഷണം പോരാ, ഒരു ഉന്നതതല പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് വേണ്ടി നിയോഗിക്കണം എന്നാണ് സ്ഥലം MLA എന്ന നിലയ്ക്ക് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് രേഖാമൂലം മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വൈകാതെ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്രയുമാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ MLA, ഇപ്പോൾ താങ്കളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുന്നു. ഇപ്പൊ ഈ സർക്കാരിന്റെ നയം എന്താണെന്ന് പോലീസിന് അറിയാത്തതല്ല. സ്ത്രീകളുടെ സംരക്ഷണ വിഷയത്തിൽ വളരെ കർക്കശമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ ആക്രമണങ്ങൾ സംബന്ധിച്ച വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ കർശനമായ ഒരു സമീപനം, ഒരു മാതൃകാപരമായ സമീപനം എടുക്കുന്നുണ്ട് എന്നെല്ലാവർക്കും ബോധ്യമാണ്. സമീപ സമയത്തുള്ള സംഭവങ്ങളെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ വിഷയത്തിൽ ആ LDF സർക്കാരിന്റെ സമീപനം പ്രതിഫലിപ്പിക്കുന്ന വിധമുള്ള കർശനമായ നടപടികളും ചടുലമായ അന്വേഷണവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്ന് പരിശോധിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. നിങ്ങളെ പോലെ എന്റെ അഭിപ്രായം അതാണ്. പോലീസ് ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത കാണിച്ചിട്ടില്ല, ഗൗരവം കാണിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ഉൾപ്പെടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുൾപ്പെടെ അന്വേഷിക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ ഒരു സമ്മർദ്ദവും പോലീസിന് അക്കാര്യത്തിൽ നേടേണ്ടി വരുന്നില്ലല്ലോ MLA. ഇവിടെ ഈ നടപടി സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായി തോന്നും പോലെ പ്രവർത്തിക്കുന്നു. ആ സെന്ററിന് അവരുടെ തെളിവ് നശിപ്പിക്കാൻ എല്ലാ തരത്തിലുമുള്ള സാവകാശവും നൽകുകയാണ്. പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും ചുമത്തുന്നില്ല. പെൺകുട്ടികൾ ഇത്രയേറെ പ്രധാനപ്പെട്ട മൊഴി നൽകിയിട്ടും. പക്ഷെ എന്നിട്ടും പോലീസിന് ഈ ദിവസം ഇത്രയും 20 ദിവസമായിട്ടും അവർക്ക് തോന്നും പോലെ പോകാൻ കഴിയുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഒരു തരത്തിലുള്ള സമ്മർദ്ദമോ സ്ഥലം MLA നിലയ്ക്ക് താങ്കൾ പോലും ഈ വിഷയത്തിൽ കർക്കശമായി പോലീസിനെ കൊണ്ട് തിരുത്തിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തിയോ എന്ന് ഞാൻ സംശയിക്കട്ടെ.
എങ്ങനെ എനിക്ക് ഒന്നുകൂടി പറയൂ. പോലീസിന് സർക്കാരിന്റെ നയമല്ല എന്ന് നിങ്ങൾ എല്ലാവരും ആവർത്തിച്ച് പറയുകയാണ്. പക്ഷേ 20 ദിവസമായിട്ടും നയം തിരുത്താൻ അല്ലെങ്കിൽ ഈ സമീപന ശൈലി തിരുത്താൻ പോലീസിന് മേൽ ഒരു സമ്മർദ്ദവുമില്ല, ഒരു ഭയവുമില്ലാതെ ഈ പ്രതികൾക്ക് ആവശ്യമായ സഹായം ചെയ്യുന്നുവെന്ന മട്ടിൽ പോലീസ് പോവുകയാണ്. അല്ല, എനിക്ക് അതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല. ഞാൻ ഇതിന്റെ ആദ്യഘട്ടത്തിലാണ് പോലീസുമായി സംസാരിച്ചത്. ഞാൻ അവരോട് പറഞ്ഞത് ഏറ്റവും വേഗത്തിൽ നീതിപൂർവ്വം അന്വേഷണം പൂർത്തിയാക്കണം, കുറ്റവാളികളെല്ലാം നിയമത്തിന്റെ മുമ്പാകെ വരണം, അതിന് ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പോലീസ് ആ നിലയിലുള്ള മറുപടിയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ ദിശയിലല്ല പിന്നീട് മുന്നോട്ട് പോയില്ല. നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഞാനിപ്പോ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ട് 4 ദിവസമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസുമായി സംസാരിച്ചതാണ്. ഇക്കാര്യത്തിൽ LDF സർക്കാരിന്റെ നയം ഉയർത്തിപ്പിടിക്കുന്ന നടപടികൾ വരും. അക്കാര്യത്തിൽ ആരും സംശയിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇപ്പോ വീഴ്ച വരുത്തിയിട്ടുള്ളത് സംബന്ധിച്ചും ഈ പറയപ്പെട്ട ക്രിമിനൽ നടപടികളെ പിന്തുണയ്ക്കുന്ന രൂപത്തിൽ എന്ന് പൊതുസമൂഹം സംശയിക്കുന്ന നിലപാടും ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിന്റെ നടപടി വരിക തന്നെ ചെയ്യും. താങ്കളുടെ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. നന്ദി MLA ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണത്തിന്. മീഡിയ വണ്ണിനെ കുറിച്ചോ വാർത്തയെ കുറിച്ചോ എന്തെങ്കിലും മോശമായി ഈ വീഡിയോയിൽ എവിടെയെങ്കിലും സ്വരാജ് പറയുന്നുണ്ടോ? ചർച്ചയിൽ പങ്കെടുത്ത അഭിഭാഷകൻ പറഞ്ഞ ഒരു അസംബന്ധത്തോട് പ്രതികരിച്ചുകൊണ്ടാണ് സ്വരാജിന്റെ സംസാരം തുടങ്ങുന്നത്. അത് പക്ഷെ ചാനലിനെതിരെയല്ല. എം സ്വരാജും മുഖ്യമന്ത്രിയും ഒക്കെ ഈ യോഗാ കേന്ദ്രത്തിന്റെ വിവിധ ബ്രാഞ്ചുകൾ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട് എന്നൊക്കെയാണ് ആ അഭിഭാഷകൻ മീഡിയ വണ്ണിൽ വന്നിരുന്നു പറഞ്ഞത്. ആ അഭിഭാഷകനോട് പ്രതികരിച്ചതിന് ശേഷം മീഡിയ വൺ ആങ്കറിന്റെ ചോദ്യങ്ങൾക്ക് സമചിത്തതയോടെ മറുപടി പറയുന്ന സ്വരാജിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ആ ആങ്കർ ഗോപികൃഷ്ണനല്ല, നിഷാദ് റാവുത്തരാണ്. എന്തൊക്കെയാണ് സ്വരാജ് പറഞ്ഞത്? തൃപ്പൂണിത്തുറയിലെ യോഗാ കേന്ദ്രത്തെ കുറിച്ച് ഉയർന്ന പരാതിയെപ്പറ്റി താൻ അറിയുന്നത് മീഡിയ വണ്ണിന്റെ വാർത്താ ബുള്ളറ്റിൽ നിന്നാണ് എന്ന് സ്വരാജ് ഈ പ്രതികരണത്തിൽ എടുത്തു പറയുന്നുണ്ട്. എന്തെങ്കിലും അജണ്ടയോടെയാണ് മീഡിയ വൺ ഈ വാർത്ത കൊടുത്തത് എന്ന ദുസ്സൂചന ആരോപിക്കാവുന്ന ഒരു വാക്കോ വാചകമോ സ്വരാജ് ഇതിൽ എവിടെയും പറഞ്ഞിട്ടേയില്ല. മാത്രമല്ല, മീഡിയ വൺ ഈ വാർത്ത കൊണ്ടുവന്ന ദിവസം സ്ഥലം MLA എന്ന നിലയിൽ തന്നെ വിളിച്ച കാര്യവും തന്റെ പ്രതികരണം മീഡിയ വൺ പ്രാധാന്യത്തോടെ കൊടുത്ത വിവരവും സ്വരാജ് ഇതിൽ എടുത്തു പറയുന്നുണ്ട്. മീഡിയ വൺ എന്തെങ്കിലും അജണ്ടയോടെ പൊക്കിക്കൊണ്ടുവന്ന വാർത്തയാണിതെന്ന് സ്വരാജ് പറഞ്ഞിട്ടേയില്ല. നോക്കൂ, പോലീസ് അന്വേഷണം ഇഴയുന്നു എന്ന വിഷയത്തിന്മേലാണ് മീഡിയ വൺ ചർച്ച ചെയ്യുന്നത്. പോലീസ് അന്വേഷണത്തിൽ അനാസ്ഥയുണ്ട് എന്ന് തന്നെയാണ് തന്റെയും നിലപാടെന്ന് സംശയത്തിന് ഒരു പഴുതുമില്ലാത്ത വിധം സ്വരാജ് പറഞ്ഞിട്ടുമുണ്ട്. ഗൗരവതരമായ പരാതികൾ ഉയർന്നു വരികയും അന്വേഷണം വേണ്ടത്ര ഫലപ്രദമല്ല എന്ന തോന്നൽ സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്തു. എന്റെ അഭിപ്രായം തന്നെയാണ്. ചാനലിന്റെ ആങ്കർ സൂചിപ്പിച്ചതുപോലെ അന്വേഷണം ശരിയായ ദിശയിലല്ല പോയത് എന്ന ആങ്കറുടെ അഭിപ്രായത്തെ അംഗീകരിച്ചുകൊണ്ടാണ് സ്വരാജ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. ആങ്കറും സ്വരാജിന്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ടാണ് ആ ഫോൺ കട്ട് ചെയ്യുന്നത്. താങ്കളുടെ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. നന്ദി MLA ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണത്തിന്. അജിംസോ അശരീരിയായി ദാവൂദോ പറഞ്ഞതുപോലെ അല്ല സ്വരാജ് ഈ സംഭവത്തിൽ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചത്. സ്വരാജിനോട് ടെലിൽ വിളിച്ചു ചോദിക്കുകയാണ് സ്വരാജിനോട്, എന്താണ് ഇതിനെപ്പറ്റി, നിങ്ങൾക്കറിയാമോ ഈ യോഗാ കേന്ദ്രത്തെ കുറിച്ച്, ഇങ്ങനെ സംഭവം നടക്കുന്നത് അറിയാമോ, പോലീസ് അതിൽ വേണ്ടത്ര നടപടി എടുക്കുന്നുണ്ടോ എന്ന്. ആങ്കർ ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ആങ്കർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ഗോപികൃഷ്ണനാണ്, ഇത് മീഡിയ വൺ കൊണ്ടുവന്ന വാർത്തയല്ലേ, ഞങ്ങളത് പരിശോധിക്കട്ടെ ശരിയാണോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ അജണ്ട എന്താണെന്ന് അറിയാമോ അദ്ദേഹം പറഞ്ഞത്. മീഡിയ വണ്ണിന്റെ അജണ്ട എന്തെന്ന് എനിക്കറിയാമെന്ന് എവിടെയാണ് സ്വരാജ് ഇതിൽ പറഞ്ഞത്? പച്ചക്കള്ളമല്ലേ അജിംസ് പറഞ്ഞത്? എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത്? ഇനി അജിംസിന്റെ അടുത്ത ആക്ഷേപം, ഈ സംഭവം പിന്നീട് ഒരു ഡിബേറ്റിൽ ഒരു പാനലിസ്റ്റ്, സ്വരാജ് എന്ന പാനലിലുണ്ട്, പാനലിസ്റ്റ് ചൂണ്ടിക്കാട്ടുമ്പോൾ എനിക്കതിന് മറുപടി നൽകാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ബഹളം ഉണ്ടാക്കുകയും ചർച്ച തീർന്നതിന് ശേഷം 30 സെക്കൻഡ് അദ്ദേഹത്തിന് പ്രത്യേകമായി അനുവദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ആ യോഗാ കേന്ദ്രം പോലീസ് അടച്ചുപൂട്ടി കേട്ടോ, ഇത് എന്താണ് വ്യാജ പ്രചാരണം നടത്തുകയാണ് എനിക്കെതിരെയും സർക്കാരിനെതിരെയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അടച്ചുപൂട്ടിയത് എപ്പോഴാണ്? പഞ്ചായത്ത് ഇടപെട്ടാണ്, അല്ല അവിടുത്തെ തദ്ദേശ സ്ഥാപനം ഇടപെട്ടാണ് അടച്ചുപൂട്ടുന്നത്. നേരത്തെ ഒരു ചർച്ചയിൽ ഏതോ പാനലിസ്റ്റ് എന്തോ പറഞ്ഞു, അപ്പൊ സ്വരാജ് ബഹളം ഉണ്ടാക്കി 30 സെക്കൻഡ് പിടിച്ചു വാങ്ങി എന്നൊക്കെയാണ് അജിംസ് അധിക്ഷേപം ചൊരിയുന്നത്. ഈ അജിംസ് ഈ പറഞ്ഞ ആ വീഡിയോ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കാണാം. സ്വരാജ് ബഹളം ഉണ്ടാക്കി ആ 30 സെക്കൻഡ് ചോദിച്ചു വാങ്ങിയെന്ന് അജിംസ് പ്രത്യേക ആക്ഷൻ കാണിച്ച് പരാമർശിക്കുന്ന ആ വീഡിയോ ഇതാ കാണൂ. ചർച്ചയിൽ പങ്കെടുത്ത എം സ്വരാജിന് ഒരു 30 സെക്കൻഡ് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് ഒരിക്കൽ കൂടി മറുകയാണ്. സ്വരാജ് തുടരാം. എനിക്ക് വേറെ ഒന്നും പറയുന്നതിന് വേണ്ടിയല്ല, തെറ്റായ ഒരു ആരോപണം ഉന്നയിച്ചു, അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. വെറും 30 സെക്കൻഡ് മതി. തൃപ്പൂണിത്തുറ ഖർവാപ്പസി കേന്ദ്രം അടച്ചുപൂട്ടാൻ ഒന്നും ചെയ്തില്ല എന്ന വ്യാപകമായ നുണ ഇസ്ലാമിക സംഘപരിവാരം ജമാഅത്തെ ഇസ്ലാമെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. അവിടെ അങ്ങനെ ഒരു സംഗതി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ആ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ അത് ഹൈക്കോടതിയിൽ വന്ന കേസാണ്, പോലീസ് നടപടി സ്വീകരിച്ചതാണ്, അടച്ചുപൂട്ടി സീല് വെച്ചതാണ്. ഈ പച്ച കള്ളം ഇനി പറയാൻ പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, നന്ദി എം സ്വരാജ്.
ആങ്കര നോക്കൂ, ഇതേ അജിംസ് സൂചിപ്പിക്കുന്ന പാനലിസ്റ്റ് സ്വരാജിനെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം ഇതായിരുന്നു. സ്വന്തം മണ്ഡലത്തിലെ ഗർവാപസി കേന്ദ്രം അടച്ചുപൂട്ടാൻ ത്രാണിയില്ലാത്ത ഹിന്ദുത്വ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന സ്വരാജിനെ പോലൊരാൾ മാധ്യമം ജമാഅത്തെ ഇസ്ലാമി എന്ന് ഈ ചർച്ചയിൽ പറയേണ്ട കാര്യം എന്താണ്? സ്വരാജ് ഹിന്ദുത്വ വർഗീയതയെ പ്രീണിപ്പിക്കുന്നു എന്ന വാചകം പറഞ്ഞ ആ ആളിനെ പരിചയമുണ്ടോ? അദ്ദേഹത്തിന്റെ പേര് ഹസനുൽ ബന്ന. മാധ്യമം പത്രത്തിന്റെ ലേഖകനാണ് ടിയാൻ. ചർച്ചയെന്നും പറഞ്ഞ് ചാനലുകളിൽ ചെന്നിരുന്ന് മറ്റുള്ളവരെ ചൊറിയലായിരുന്നു ഇക്കാലത്ത് ഇതിയാന്റെ ഹോബി. ആ കളി ഒരിക്കൽ കൈവിട്ടു. ഏഷ്യാനെറ്റ് ന്യൂസിൽ ചെന്നിരുന്ന് താലിബാനെ അസംബന്ധം പറഞ്ഞ് ന്യായീകരിച്ചു. വിമർശനങ്ങൾ പെരുകിയതോടെ 7 ദിവസത്തേക്ക് മാധ്യമത്തിൽ നിന്ന് അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിച്ചു. ഓഫീസിൽ പോലും കയറി പോകരുത് എന്ന താക്കീതോടെ. ആ ചങ്ങാതിയാണ് വേറെ ഏതോ ഒരു വിഷയം ചർച്ച ചെയ്തപ്പോൾ തൃപ്പൂണിത്തുറയിലെ ഖർവാപ്പസി കേന്ദ്രം പൂട്ടാൻ പറ്റാതെ ഹിന്ദു വർഗീയതയെ പ്രീണിപ്പിക്കുന്ന ആൾ എന്ന് സ്വരാജിനെ അധിക്ഷേപിച്ചത്. ആ അധിക്ഷേപത്തിന്റെ തുടർച്ചയായി ചാനലിൽ ചർച്ചയിൽ എങ്ങനെ പങ്കെടുക്കണമെന്ന് സ്വരാജിനെ പഠിപ്പിക്കാൻ സാക്ഷാൽ ആങ്കർ തന്നെ രംഗത്തിറങ്ങി. അജിംസിനും അന്ന് സ്വരാജിന്റെ കയ്യിൽ നിന്ന് വയറ് നിറച്ചു കിട്ടി. അതുകൂടി നമുക്കൊന്ന് കാണാം. നമ്മൾ ഒരു ചർച്ചയിൽ വ്യക്തിപരമായ കാര്യങ്ങൾ വിശേഷിപ്പിച്ചുകൊണ്ട് ഒരാളുടെ നിലപാടിനെ വിമർശിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഒരു മാധ്യമത്തിൽ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ആ മാധ്യമത്തിന്റെ മാനേജ്മെന്റ് ആരാണ് എന്ന് സൂചിപ്പിക്കുന്ന, വ്യംഗ്യമായി സൂചിപ്പിക്കുന്ന രീതി ശരിയല്ല. ഒരു BJP MP പോലും ഈ നാട്ടിലൊരു ചാനലുണ്ട്, നമ്മൾ ആ BJP MPയുടെ ചാനലാണെന്ന് പറഞ്ഞിട്ടല്ലോ ആ ചർച്ചയെ വിശേഷിപ്പിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തിപരമായ അധിക്ഷേപത്തേക്കാൾ പറയുന്ന ആൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളോട് പ്രതികരിക്കുകയല്ലേ നല്ല രീതി? വളരെ ചുരുക്കി. എനിക്ക് ആങ്കറോടാണ് ചോദിക്കാറുള്ളത്, അതിനുശേഷം ഞാൻ പ്രതികരിക്കാം. അദ്ദേഹം തിരിച്ച് വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ നിശബ്ദത പാലിക്കണമെന്ന് താങ്കൾക്ക് തോന്നിയത് എന്തുകൊണ്ടാണ്? താങ്കൾ മറുപടി പറയും, താങ്കൾക്ക് അതിനുള്ള അവസരമാണ്, അതുകൊണ്ടാണ്. പറയൂ. അല്ല, താങ്കളാണ് അതിന് മറുപടി പറയേണ്ടത്, ഞാനല്ലല്ലോ. എന്നാൽ പിന്നെ ഇങ്ങനെ പറയരുത്. നിങ്ങൾ ഇടപെടേണ്ട സമയത്ത് ഇടപെടാതിരുന്നിട്ട് എന്നോട് ക്ലാസ് എടുക്കാൻ വരരുത്. മനസ്സിലായി? ഞാൻ പറഞ്ഞത് മാധ്യമം പത്രത്തിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം എന്ന് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് എന്ന് എനിക്കറിയാം. ഞാൻ ഇത് രണ്ടുമാണ് സൂചിപ്പിച്ചത്. ഞാൻ വേറൊരു വ്യക്തിപരമായ ആക്ഷേപത്തിലേക്കും കടന്നിട്ടില്ല. മാധ്യമം പത്രത്തിന്റെ പ്രതിനിധിയാണെന്നും ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്, ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് എന്നും ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് അപമാനമാകും എന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ ഞാനത് ഒഴിവാക്കുമായിരുന്നു. അത് പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഈ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ വഴിതെറ്റിച്ച് കൊണ്ടുപോകാരാ? ആർക്കാ പൊള്ളിയത്? എനിക്കല്ലല്ലോ. പൊള്ളിയത് ആർക്കാ? എന്നിട്ട് എന്താ പറഞ്ഞത്? തൃപ്പൂണിത്തുറയിലെ ഖർവാപ്പസി കേന്ദ്രം അടച്ചുപൂട്ടാൻ തയ്യാറായില്ല. ഞാൻ വർഗീയവാദിയാണ്, ഒരു വിരോധവും ഇല്ല മാഷേ. നിങ്ങൾ ആ ചാപ്പയടിച്ചാൽ നിങ്ങളല്ല, അതല്ല, അതിനേക്കാൾ വലിയ ചാപ്പയടിച്ചാലും ഒരു രോമത്തിന് ഞങ്ങൾക്ക് പോറലേൽക്കില്ല. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കറകളഞ്ഞ മതനിരപേക്ഷതയ്ക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട കേട്ടോ. ഇപ്പൊ കോൺഗ്രസിന്റെ ദല്ലാൽ പണിയെടുക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ചേരും ഈ വർഗീയത എന്ന വിശേഷണമൊക്കെ. അത് ഞങ്ങൾക്ക് ചേരും. ഈ ചർച്ചയിൽ 2 പേർക്കും വയറ് നിറച്ചു കിട്ടിയിരുന്നു. ഒന്ന്, തന്റെ സുഹൃത്തും വഴികാട്ടിയുമായ ഹസനുൽ ബന്ന സ്വരാജിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചപ്പോൾ മിണ്ടാതിരുന്നതിന് ശേഷം സ്വരാജിന് ചർച്ചയിൽ എങ്ങനെ പങ്കെടുക്കണമെന്ന് ക്ലാസ് എടുക്കാൻ ചെന്ന അജിംസിന്. 2, പച്ചക്കള്ളം പറഞ്ഞ ഹസനുൽ ബന്നയ്ക്ക് വയറ് നിറച്ചു തന്നെ സ്വരാജ് അന്ന് കൊടുത്തു. അതിന്റെ പകയും കൊണ്ട് അന്ന് മുതൽ നടക്കുകയാണ് അജിംസും ഈ ഔട്ട് ഓഫ് ഫോക്കസിന്റെ സംഘവും. അന്ന് സ്വരാജിനെ സംഘപരിവാർ ചാപ്പയടിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഹസനുൽ ബന്നയുടെ അതേ വാദമാണ് വർഷങ്ങൾക്ക് ശേഷം ഔട്ട് ഓഫ് ഫോക്കസിൽ അജിംസ് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചത്. അജിംസ് വലിയ വെളിപ്പെടുത്തൽ പോലെ യോഗാ കേന്ദ്രം അടച്ചുപൂട്ടലിനെ കുറിച്ച് പറയുന്നത് കേൾക്കൂ. അത് അടച്ചുപൂട്ടിയത് എപ്പോഴാണ്? പഞ്ചായത്ത് ഇടപെട്ടാണ്, അല്ല അവിടുത്തെ തദ്ദേശ സ്ഥാപനം ഇടപെട്ടാണ് അടച്ചുപൂട്ടുന്നത്. പഞ്ചായത്താണ് ഇത് അടച്ചുപൂട്ടിയതെന്നും സ്വരാജിന് അതിലൊരു പങ്കുമില്ല എന്നായിരുന്നു ധ്വനി. ഇതേ മീഡിയ വൺ 2017 സെപ്റ്റംബർ 25 നൽകിയ വാർത്ത കാണൂ. യോഗ സെന്ററിലെ പ്രവർത്തനങ്ങളിൽ ദുരൂഹതയുണ്ടെന്ന പരാതി നേരത്തെ തന്നെ നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. സെന്ററിന്റെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയത്. ഡിവൈഎഫ്ഐ ശക്തമായിട്ട് ഇന്നലെ രാത്രി തന്നെ ന്യൂസ് വന്നപ്പോൾ തന്നെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഒരു 100 ആൺകുട്ടികൾ ഇവിടെ ചേരുകയും ശക്തമായിട്ട് ഇത് ഒഴിപ്പിക്കണം എന്ന് ഹൌസ് ഓണറെ അറിയിക്കുകയും അവരതിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. കെട്ടിട നിർമ്മാണ ചട്ടം പാലിക്കാതെയാണ് യോഗ സെന്റർ പ്രവർത്തിക്കുന്നത്. വീട് വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് സെന്റർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. തൃപ്പൂണിത്തുറ യോഗാ കേന്ദ്രത്തെക്കുറിച്ച് മീഡിയ വൺ വാർത്ത ബ്രേക്ക് ചെയ്ത അന്ന് രാത്രി 100ഓളം ഡിവൈഎഫ്ഐക്കാർ കെട്ടിടം ഉടമയെ സമീപിച്ച് ആ യോഗാ കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടതായും അതുപ്രകാരം ഉദയംപേരൂർ പഞ്ചായത്ത് ആ കേന്ദ്രം പൂട്ടാൻ നോട്ടീസ് കൊടുത്തതും ഇതേ മീഡിയ വൺ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്നു തന്നെ. എന്നിട്ടാണ് തൃപ്പൂണിത്തുറയിലെ ഖർവാപ്പസി കേന്ദ്രം അടച്ചുപൂട്ടാൻ ത്രാണിയില്ലാത്തയാളാണെന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരനായ ഹസനുൽ ബന്ന മീഡിയ വണ്ണിൽ ചെന്നിരുന്ന് സ്വരാജിനെ ആക്ഷേപിച്ചത്. ആ ഹസനുൽ ബന്നയുടെ പരാജയപ്പെട്ട അതേ ആക്ഷേപമാണ്
എം സ്വരാജ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായ സന്ദർഭത്തിൽ അജിംസും അടുപ്പുകൂട്ടി ചർച്ചക്കാരും ചേർന്ന് ഔട്ട് ഓഫ് ഫോക്കസിൽ വെച്ച് വേവിച്ചെടുക്കാൻ നോക്കിയത്. ജമാഅത്തെ ഇസ്ലാമിക്കാരനും മാധ്യമം ലേഖകനുമായ ഹസനുൽ ബന്ന വർഷങ്ങൾക്ക് മുമ്പ് സ്വരാജിനെ കുറിച്ച് മീഡിയ വണ്ണിൽ പറഞ്ഞ ആ പച്ചക്കള്ളം പൊതുബോധത്തിന്റെ ഭാഗമാക്കാനുള്ള അജിംസിന്റെയും ദാവൂദിന്റെയും ഉത്സാഹമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, വെറും 1.5 മിനിറ്റാണ് അജിംസിന്റെ കൊടുന്നുണയുടെ ദൈർഘ്യം. എത്ര പണിയെടുത്താലാണ് അതിലെ വസ്തുത നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നത്? നശീകരണ ശേഷിയുള്ള ഇത്തരം നുണബോംബുകളുമായിട്ടാണ് അജിംസും സംഘവും ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയ്ക്കിറങ്ങുന്നത്. ശബ്ദത്തിലും ഭാവത്തിലും ശരീരഭാഷയിലും പ്രസരിക്കുന്ന ആധികാരികതയിൽ ചില പ്രേക്ഷകർ മൂക്കും കുത്തി തന്നെ വീഴും. അജിംസിന്റെ വീഡിയോയിൽ വന്ന ഒരു കമന്റ് അതിന് തെളിവാണ്. ഇതാ ആ കമന്റ് വായിക്കൂ. UDF വിചാരിച്ചാലും SDPI വിചാരിച്ചാലും അൻവർ വിചാരിച്ചാലും 5 മിനിറ്റ് കൊണ്ട് സ്വരാജിനെ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ കഴിയുമോ? മീഡിയ, എസ്പെഷ്യലി മീഡിയ വൺ ഈസ് പവർഫുൾ. നോക്കൂ, അജിംസും ഹസനുൽ ബെന്നയും സി ദാവൂദും ഒക്കെ പൊട്ടിക്കുന്ന നുണബോംബിന്റെ രക്തസാക്ഷിയാണ് ഈ കമന്റ് എഴുതിയ സുഹൃത്ത്. മീഡിയ വൺ ആഗ്രഹിക്കുന്നതും ഇത്തരം അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വരണം എന്ന് തന്നെയാണ്. അതിനുവേണ്ടി എന്ത് നുണ പറയാനും അവർക്ക് മടിയില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഈ അജിംസിന്റെ ഇവിടെ ഹാജരാക്കിയ ഈ വീഡിയോ.